ഞാൻ അതിന്റെ രേഖകൾ പരിശോധിച്ചു. ഇതിനൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഈ സജയൻ. പിന്നീട് അതിന്റെ ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 15 അംഗ കമ്മിറ്റിയാണ്. ഇതെല്ലാം ഞാൻ ആ ക്ഷേത്രഭൂമി സന്ദർശിക്കുന്നതിന് മുമ്പുണ്ടായ കാര്യങ്ങളാണ്. ഞാൻ ചെന്നതിന് ശേഷമല്ല ഇതൊന്നും നടക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാ വിവരങ്ങളും ചോദിച്ചു, ഇതിന്റെ ശേഖരിച്ചു, ഇതിന്റെ രേഖകൾ ചോദിച്ചു. മുഴുവൻ ഡോക്യുമെന്റും എനിക്കത് കിട്ടുകയാണ്. അപ്പൊ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഊരാളന്മാരുടെ കൈവശമാണ്. യഥാർത്ഥത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭൂമിയാണത്. അത് 2 ഏക്കർ 15 സെന്റാണ്. അത് ടോട്ടൽ അളവ്, ഒട്ടാകെ അളവ് 6.5 ഏക്കറാണ്. ഇതിൽ നിന്നും നികുതി കിട്ടാൻ അനുവദിക്കാതെ, നികുതി വാങ്ങാൻ പാടില്ലാത്ത ഭൂമി എന്ന നിലയിൽ 2 ഏക്കർ 15 സെന്റ് ഒഴിവാക്കിയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇതെങ്ങനെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് പിന്നെ എന്റെ ഒരു അന്വേഷണം. മൗനത്തുൽ ഇസ്ലാം സഭ നമുക്കറിയാം 1 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. പുതുവിശ്വാസികളായി വരുന്ന ഇസ്ലാമികത്തിലേക്ക് കടന്നു വരുന്ന അവർക്ക് നിയമപരമായ രീതിയിൽ ഇസ്ലാമിക വൽക്കരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായി ചെയ്തു കൊടുക്കുന്നതാണ്. ഒട്ടും നിസ്സാരക്കാരല്ല അതിന്റെ പ്രവർത്തകരും അതിന്റെ ആൾക്കാരും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ടും എങ്ങനെയാണ് ഇസ്ലാം സഭ ഈ രീതിയിൽ ഈ ക്ഷേത്രഭൂമിയിൽ ഈ പള്ളിയോ മറ്റോ ഉണ്ടാക്കാൻ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് 1956 ഒരു വഖഫാണ്. കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് എന്നൊരാളാണ് ഇത് വഖഫ് ചെയ്യുന്നത്. കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് ഒരു മത അധ്യാപകനാണ്. ഇദ്ദേഹത്തിന് ഈ ആധാരത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് 1937 കുട്യാലിക്കാനകത്ത് ആമിനുമ്മ മുതൽ 3 പേരോട് ഞാൻ രജിസ്റ്റർ ജന്മം തീരുവാങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉയർന്ന ഒരു ചോദ്യം, ഈ ക്ഷേത്രഭൂമി എങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഊരായ്മയുള്ള, അതിൽ കൃത്യമായി പറയുന്നുണ്ട് KC മാനവിക്രമ സാമൂതിരി രാജ, രണ്ടാമത്തെ ആള് മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രജിസ്റ്ററിലായാലും എല്ലാ രേഖയിലും അത് തന്നെയാണ്. ഈ വഖഫ് ആധാരം ഞാൻ പരിശോധിച്ചപ്പോ ആ വഖഫ് ആധാരത്തിലെ പട്ടികയിലും തളി അമ്പലപ്പറമ്പ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ തളി അമ്പലപ്പറമ്പാണ് തങ്ങൾക്ക് കിട്ടിയതെന്ന് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് അറിയാം. തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് ഞാൻ വഖഫ് ചെയ്യുന്നതെന്ന് ഈ കൊങ്ങണം വീട്ടിൽ മുഹമ്മദിനും അറിയാം എന്ന് സംസാരിക്കുന്ന രേഖയാണ് ആ വഖഫ് ആധാരം തന്നെ. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ 37 ഈ ആമിനുമ്മ മുതലായവർക്ക് കിട്ടിയതാണ്. ആമിനുമ്മ മുതലായവരോടാണ് 37 ഞാനത് തീരുവേടിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ആധാരം എഴുതുന്ന സമയത്ത് അതിന്റെ അടിവേരിന്റെ കാര്യങ്ങൾ പറയണം. ഈ 37 ആധാര പ്രകാരം ആമിനുമ്മക്ക് എങ്ങനെ കിട്ടി അതതിൽ പറയുന്നില്ല. ആമിനുമ്മ കൈവശം വെച്ചിരുന്നതും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഒരു പട്ടയ നമ്പർ കാണിക്കുന്നുണ്ട്, 458 എന്ന പേരിൽ ഒരു പട്ടയമുണ്ട്. ആ പട്ടയം ആ ആധാരത്തിൽ പറയുന്നത്, വഖഫ് ആധാരത്തിൽ പറയുന്നത് പൊന്നാനി താലൂക്ക് കച്ചേരിയിൽ നിന്നും, അതായത് പൊന്നാനി താലൂക്ക് ഓഫീസിൽ നിന്നും പതിച്ചു കിട്ടി. അപ്പോ ഒരു മിച്ചഭൂമി എന്ന രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിച്ചഭൂമി എന്ന രീതിയിൽ പതിച്ചു കൊടുത്തു എന്ന രീതിയിലാണ് ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സജയനൊക്കെ പറയുന്നു അങ്ങനെ ഒരു പട്ടയം ഇല്ല എന്നാണ്. അതോടൊപ്പം തന്നെ 2 കേസുകൾ നടന്നതായിട്ട് ആ ആധാരത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ആ കേസ് നമ്പറുകളും അതിലുണ്ട്. അതെന്ത് കേസായിരുന്നു എന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഈ പ്രകാരമുള്ള ഈ ഭൂമി 1956 പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് ഇത് കൈമാറിയതിന് ആ കാര്യം അവിടെയുള്ള ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അതിനുശേഷം ഇന്നത്തെ ഒരു വിവരം എന്താ വെച്ചാൽ അത് പൂജാരിമാരൊക്കെ താമസിച്ചിരുന്നു. അത് ആ ക്ഷേത്രം പൂർണ്ണമായും കണ്ട ആളുകൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്നും അവിടെ ജീവിച്ചിരിക്കുന്നു. അവിടെ പൂജയ്ക്ക് വേണ്ടി പോയ ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ഈ ആരും പറയാനില്ല, ആരും ചോദിക്കാനില്ല എന്നൊരു അവസ്ഥ വന്നപ്പോ ആരും പ്രതികരിക്കില്ല എന്ന് തോന്നലായിരിക്കാം ഒരു പക്ഷെ പൊന്നാനി മൗലത്തുൽ ഇസ്ലാം സഭയ്ക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു പള്ളി പണിയാനുണ്ടായ ഒരു സാഹചര്യം. പള്ളി നിർമ്മിക്കാൻ പൂർണ്ണമായിട്ടൊന്നുമില്ല. പക്ഷെ അതിന് മുമ്പ്, ഇപ്പൊ നിലവിലുള്ള ആ കെട്ടിടത്തിന് മുമ്പ് അവിടെ ഒരു സ്കൂൾ തുടങ്ങിയിരുന്നവര്, ഒരു പരീക്ഷണം എന്ന നിലയിൽ ഒരു സ്കൂൾ തുടങ്ങിയിരുന്നു. ആ സ്കൂള് 4-5 വർഷം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. പിന്നീടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി വഖഫ് ആധാരത്തിലെ ചില നിശ്ചയങ്ങളെ കുറിച്ചിട്ട് ഞാൻ അതിൽ വായിച്ചു നോക്കി. അതിൽ പ്രധാനമായും 3 നിശ്ചയങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇതിലെ ആദായം കൊണ്ട് നികുതി കഴിച്ച്, അപ്പൊ ഇവിടെ നികുതി വാങ്ങി.
അപ്പൊ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൽ ആധാരമെഴുത്തുകാർക്കും രജിസ്റ്റർ ഓഫീസർമാർക്കും ഒക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നികുതി കഴിച്ച് ഉള്ള സംഖ്യയിൽ നിന്നും 5 രൂപ പൊതുവിശ്വാസികൾക്ക്, അതായത് ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് വസ്ത്രം മുതലായ കാര്യങ്ങൾക്ക് ധർമ്മമായി വിനിയോഗിക്കണം. അപ്പൊ തന്നെ അതിന്റെ ഒരു ലക്ഷ്യം മനസ്സിലായല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം. രണ്ടാമത് പറയുന്നത്, അവിടെ ഒരു തറയുണ്ട്, ഒരു കൊപ്രാക്കുളത്തിലെ തറ എന്നാ പറയുന്നത്. ആ തറയിൽ ഒരു പള്ളി കെട്ടണം, ചെറിയ പള്ളി കെട്ടണം. ആ പള്ളിക്ക് മുഹിയുദ്ദീൻ പള്ളി എന്ന് നാമകരണം ചെയ്യണം എന്നും ആ ആധാരത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നു. മറ്റൊന്ന് പറയുന്നത്, അവിടെയുള്ള ആ പള്ളിക്ക് വേണ്ട സ്ഥലം കഴിച്ചിട്ടുള്ള ബാക്കി ഭൂമി കൃഷിഭൂമിയാക്കാനാണ് പറയുന്നത്. കുഴിക്കൂറുകൾ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആദായം വീണ്ടും പറയുന്നു പൊതു വിശ്വാസികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആ തുക ഉപയോഗിക്കണം. അപ്പൊ ഏതാണ്ട് ഇത് എന്തിനാണ് വഖഫ് ചെയ്തതെന്നറിയാം. മാത്രമല്ല, ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ഇതേ രീതിയിൽ ചെയ്യാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു സഭയ്ക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ആ ആധാരത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോ വളരെ വലിയ രീതിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡോക്യുമെന്റ്, ഏതാണ്ട് 4 വർഷമായിട്ട് 60ഓളം ഗ്രാമങ്ങൾ സഞ്ചരിച്ച് 200ഓളം ക്ഷേത്രങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തി അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്ത കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് വീഡിയോ ചെയ്യണം എന്ന ഒരു ലക്ഷ്യം, അതുപോലെ തന്നെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തണം, അതിലപ്പുറം എനിക്ക് ഒരു ദൗത്യവും ഈ കാര്യത്തിലില്ല. 200ഓളം ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചെയ്ത് എല്ലാം അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനിടയ്ക്ക് അങ്ങ് ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി മുതൽ അയോധ്യയിലെ രാമന്റെ മേൽവിലാസം പള്ളിപ്പറമ്പിലെ രാമൻ എന്നായിരിക്കും. അത് നിരവധി പോസ്റ്റുകൾ. സ്വാഭാവികമായും ഒരു ശ്രീരാമ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തരെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ട്രോളൊക്കെ വളരെ വേദനിപ്പിക്കുന്ന, അതിനെ വെറുതെ തമാശ രൂപത്തിൽ ട്രോളായിട്ട് കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ പിന്നെ 1-2 മൗലവിമാരുടെയോ മറ്റോ ചെറിയ പ്രഭാഷണങ്ങൾ എനിക്ക് ശകലം കേൾക്കാൻ സാധിച്ചു. മുസ്ലിം സമുദായം ഒരു തരത്തിലും അമ്പലം പൊളിച്ച് അവിടെ പള്ളി പണിയാറില്ല, ക്ഷേത്രഭൂമിയിൽ പള്ളി നിർമ്മിക്കാറില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോ ഈ നന്നമുക്കിൽ നടക്കുന്നത് എന്താണ്? അതെല്ലാം പറയുന്ന മലയാളികളാണ് കേട്ടോ. അപ്പൊ മലയാളികൾ ഇതെന്ന് അറിയേണ്ട ഈ പറയുന്ന ആളുകള്. അങ്ങനെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെറിയൊരു കുറിപ്പിട്ടു. ആ കുറിപ്പാണ് ഇത് തളി മഹാദേവ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു നിരുപദ്രവകരമായ രീതിയിൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ആ ഒരു പോസ്റ്റ് വളരെ വൈറലായി. അത് എനിക്ക് തോന്നുന്നു ഒരു അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിച്ച ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ അതിന്റെ യൂട്യൂബിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. അത്രയാണ് ഈ കാര്യത്തിൽ എനിക്ക് ഉള്ള വിവരങ്ങളും എന്റെ ഒരു സമീപനങ്ങളും അത്രമാത്രമാണ് ഉണ്ടായിട്ടുള്ളത്.